യങ്സ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് എല്ലാ ടീമും ഇപ്പം അർജന്റീന ആണെങ്കിലും ബ്രസീലാണെങ്കിലും എല്ലാം ഏകദേശം ഒരു 48 ടീമിലും ഒരു നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത നല്ല വേൾഡിൽ അറിയപ്പെടുന്ന പ്ലെയേഴ്സാണ് ഉള്ളത്. പക്ഷേ ഈ വേൾഡ് കപ്പ് അർജന്റീന എന്ന് പറഞ്ഞാൽ പ്രഷറില്ലാതെയാണ് കളിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് വേൾഡ് കപ്പിൽ നല്ല പ്രഷർ ഉണ്ടായിരുന്നു. 36 വർഷത്തിന് ശേഷം ഒരു ട്രോഫി കിട്ടണമെന്നില്ല ആ ഒരു എന്താണ് ഫസ്റ്റ് കളി തോറ്റപ്പം ഒരുപാട് ആൾക്കാർ നമ്മളെ അപ്പോൾ ഫൈനൽ കണ്ടതിന് ശേഷം ആരും കണ്ടില്ല. പിന്നെ പറയാണ് നിങ്ങൾക്ക് മെസ്സിക്ക് ഒരു കപ്പ് തന്നെയാണ്. അപ്പോൾ മെസ്സിക്ക് ഒരു കപ്പ് തന്നെയാണെങ്കിലും എല്ലാ 2 മാച്ചും നമ്മൾ ടൈ ബ്രേക്കറിലാണ് ജയിച്ചത്. അപ്പോൾ അങ്ങനെയാണ് മെസ്സിക്ക് ഒരു കപ്പ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്പം അർജന്റീന ചാമ്പ്യൻസ് ആയില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ബ്രസീൽ ചാമ്പ്യൻസ് ആണ്, ഒന്നില്ലെങ്കിൽ പോർച്ചുഗൽ ചാമ്പ്യൻസ് ആണ്. ഇത് രണ്ടിലും നമുക്ക് വേണ്ടപ്പെട്ട മീൻസ് വേൾഡിൽ അറിയപ്പെടുന്ന 2 നല്ല നെയ്മറും ക്രിസ്ത്യാനോ, ഇത് രണ്ടും റിസർവ് പറ്റിയ പ്ലെയേഴ്സാണ്. അപ്പം ഈ ഒരു വേൾഡ് കപ്പ് ചിലപ്പോൾ 3 പേര് ലാസ്റ്റ് വേൾഡ് കപ്പ് ആകാൻ ചാൻസ് ഉണ്ട്. മെസ്സിക്ക് വേണമെങ്കിൽ അടുത്ത വേൾഡ് കപ്പ് കളിക്കാം. പ്രൗഡ് തന്നെയാണ് ഇന്ത്യക്കും അതുപോലെ തന്നെ കേരളത്തിനും വേണ്ടി നല്ലൊരു പ്രൗഡാണത്. അത് തസിൻ എന്ന് പറഞ്ഞാൽ ഓന് ജനിച്ചത് തന്നെ എനിക്ക് തോന്നുന്നു ഖത്തറിൽ തന്നെയാണ്. ആ ഖത്തറിൽ ജനിച്ചുകൊണ്ടെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ നല്ല രീതിയിൽ അക്കാഡമി അതുപോലെ നല്ല രീതിയിലുള്ള ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് തൊട്ട് എനിക്ക് എന്താ പറയുക ആ ഒരു ഗ്രൗണ്ടും അതുപോലെ കോച്ചസും അതുപോലെ അക്കാഡമിക്സും കിട്ടിയതുകൊണ്ടാണ് ആ ഒരു പ്രൊഫഷനിലേക്ക് വന്നത്. നമുക്കിപ്പം ഒരു കൂട്ടം, അതായത് ഒരു ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ആൾക്കൂട്ടമാണ്. ആ ആൾക്കൂട്ടം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അവരാണ്. അവരൊരു ചോയ്സ് നല്ലതെടുത്താൽ അതെന്താണ് നല്ലത് എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പം ഫ്ലക്സ് വെക്കുന്നത് മോശമാണ് എന്നുള്ളതല്ല, പക്ഷെ അതിൽ നല്ല ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ അത് ചെയ്യാൻ തീരുമാനിക്കുക എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം 600 ഫീറ്റ് 700 ഫീറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ഫ്ലക്സിൻ്റെ യുദ്ധം നടക്കുന്നത്. ആ പൈസ ഇപ്പം 3-4 ലക്ഷം രൂപ വരുമായിരിക്കും. ആ പൈസ നമുക്കൊരു ഗ്രൗണ്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് ഉണ്ടാക്കാണ്ട് അവർ ഇത് ചെയ്യുന്നത് തെറ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ചോയ്സസ് ആണ് അവരെ ഇതാണ് അവർ ചോയ്സ് ചെയ്തത്. അത് ഒന്നുകൂടി അവർ ആലോചിച്ചൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതൊന്നും ഒരു ബന്ധവുമില്ല. ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും അച്ചീവ് ചെയ്താൽ അത് നമ്മളതാക്കി എടുക്കാനുള്ള നമുക്കൊരു പ്രത്യേകതയുണ്ട് നമ്മൾ ഇന്ത്യക്കാർക്ക്. അതാണ് നമ്മൾ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ ഇടയിൽ ഒളിച്ചു വെക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കുട്ടികളെ നമുക്ക് ഈ രീതിയിലേക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ ഇന്ത്യയിൽ അങ്ങോളം നമുക്ക് നടന്നു കഴിഞ്ഞാൽ മനസ്സിലാവും ഇന്ത്യയിൽ ഈ പറയുന്ന സാധനങ്ങളുണ്ട് എന്നുള്ളത്. പക്ഷെ അത് അവരെ നോക്കാനോ വളർത്തിയെടുക്കാനോ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടോ എന്നുള്ളതാണ്. അത് ആരാ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അതിന് ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ആരാ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ സുനിൽ കഴിഞ്ഞ വീക്കിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് സുനിൽ ഛേത്രി. അതായത് ഇവിടെ എന്താ പറയുക, നമുക്കൊരു പ്ലെയറിനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ നാട്ടിലില്ല എന്നുള്ളത് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന അതിന് പക്ഷേ ഈ പറയുന്ന പോലെ ഇന്ത്യൻ ഫുട്ബോൾ നന്നാവണം, ഒരു ലീഗ് സ്ട്രക്ചർ വേണം, അതൊന്നും നമുക്കിപ്പോൾ ഇല്ല. അത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതും ഭയങ്കര ശ്രമകരമായ പണിയാണ്. അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി. അവർ തയ്യാറാവാത്തിടത്തോളം കാലം നമ്മൾ വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്യില്ല എന്നുള്ളതാണ്. നമ്മൾ എന്തൊക്കെ ആൾക്കാരെ പറഞ്ഞ് പറ്റിച്ചാലും, അതായത് നമ്മളിപ്പം അടുത്ത കൊല്ലം ചെയ്യും, അതിൻ്റെ അപ്പുറത്തെ കൊല്ലം ക്വാളിഫൈ ചെയ്യും എന്ന് പറഞ്ഞ് പറ്റിച്ചാലും നമ്മളത് ചെയ്യൂല എന്നുള്ളതാണ്. നല്ലോണം കളിക്കുന്നത് അവർ ജയിക്കണമെന്നാണ്. പക്ഷേ എനിക്കൊരു സോഫ്റ്റ് കോർണർ ബ്രസീലിനോട് ഉണ്ട് എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അർജന്റീന മോശമാണ്, അവർ തോക്കാനുള്ള ടീമാണ്, അങ്ങനെയല്ല.